Momma's dishwash liquid. Soft on hands. കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക ബില്ലിനെതിരെ രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ ലോകരാജ്യങ്ങൾ. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക ബില്ലിനെതിരെ കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ലോകത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ അമേരിക്കയിലും കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയിലെ മിഷിഗണിലാണ് മോഡി സർക്കാരിനെതിരെ വൻ പ്രതിഷേധ പരിപാടികൾ നടന്നത്. കാർഷിക ബിൽ കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും വ്യവസായത്തെ നശിപ്പിക്കുകയും ചെയ്യുകയാണെന്നും മോദി സർക്കാർ ഈ നിയമം പിൻവലിക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. കാൻഡൻ ടൗൺഷിപ്പിലെ ഹെറിറ്റേജ് പാർക്കിൽ നടന്ന പരിപാടിയിൽ പലരും കുടുംബവുമായാണ് എത്തിയത്. ഞങ്ങൾ കർഷകർക്കൊപ്പമാണ്, അന്നം തരുന്ന കൈകളിൽ കടിക്കരുതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സർക്കാർ മനുഷ്യാവകാശങ്ങളെ ആസൂത്രിതമായി അടിച്ചമർത്തുകയാണ്. ഇന്ന് കർഷകരുടെ ഭാവി അപകടത്തിലാണ്. സർക്കാർ അനാവശ്യ നിയമങ്ങൾ അവർക്കെതിരെ ചുമത്തുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉപയോഗിച്ച ഇന്ത്യൻ സർക്കാർ മർദ്ദിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. സർക്കാർ അവരുടെ ശബ്ദം അടിച്ചമർത്തുകയാണ്. അത് കർഷകർക്കുള്ള ബില്ലാണെങ്കിൽ അവർ കർഷകരുമായി ആത്മാർത്ഥമായി സംസാരിക്കണം. തങ്ങൾക്ക് നല്ലത് എന്താണെന്ന് കർഷകർക്ക് നന്നായി അറിയാം. മോദിയും നേതാക്കളും കർഷകരുടെ ആശങ്കകൾ തള്ളിക്കളയുകയാണ്. അവരെ വഴിതെറ്റിയവരെന്നും ദേശവിരുദ്ധരെന്നും വിളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധക്കാർ മാധ്യമങ്ങളോടായി പറഞ്ഞു. അമേരിക്കയിൽ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യയിലെ പ്രധാന പ്രതിസന്ധിയെ കേന്ദ്രീകരിച്ച അമേരിക്കയിൽ നടക്കുന്ന ആദ്യ പ്രതിഷേധമാണിത്. കർഷകർക്ക് പിന്തുണയുമായി കൂടുതൽ ലോകരാജ്യങ്ങൾ രംഗത്തു വന്നതോടെ മോദി സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ്. കർഷകർക്ക് പിന്തുണയറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ട്രൂഡോയുടെ ആദ്യ പ്രതികരണത്തിൽ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും ജസ്റ്റിൻ ട്രൂഡോ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ലോകത്തെവിടെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പം കാനഡയുണ്ടെന്ന് പറഞ്ഞെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും കർഷകരെ പിന്തുണച്ചത്. ലോകത്തെവിടെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പം കാനഡയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും കർഷകരെ പിന്തുണച്ചത്. കർഷകർക്ക് പിന്തുണയുമായി ബ്രിട്ടനിലെയും കാനഡയിലെയും ജനപ്രതിനിധികളും രംഗത്തു വന്നിരുന്നു. കാനഡയിലെ ബ്രാംപ്ടൺ വെസ്റ്റ്, ഒന്റാറിയോ, ബ്രിട്ടീഷ് കൊളംബിയൻ ജില്ലയായ സർ ന്യൂട്ടൺ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ കർഷക വിരുദ്ധ ബില്ലിനെതിരെയായി മോഡി സർക്കാരിനെതിരെ കനത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. കാനഡയിലെ ഒന്റാറിയോയിലും ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.